സിനിമയുടെ പൂജാവേള മുതൽ റിലീസ് വരെ ആ സിനിമയുടെ വിവിധ ഘട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വാർത്താ പ്രചാരകനാണ് സിനിമ PRO. വെള്ളിത്തിരയിലെ ടൈറ്റിലുകളിൽ PROയുടെ പേര് തെളിഞ്ഞു വരുമെങ്കിലും മുഖ്യധാരയിൽ ഇവർ അധികം അറിയപ്പെടാറില്ല. മലയാള സിനിമയുടെ മുൻനിരയിൽ നിൽക്കുന്ന അവരിൽ ഒരാളുടെ വിശേഷമാണ് നാം പങ്കുവെക്കുന്നത്. AS ദിനേശ്. 1997 ആറ്റുവേല എന്ന ചിത്രത്തിൽ തുടങ്ങി ഏറ്റവും പുതിയ ചിത്രമായ ചിത്തിനി വരെ 1000-ലേറെ ചിത്രങ്ങളിൽ PRO ആയി. മലയാള സിനിമാ ലോകത്തെ നിറഞ്ഞ സാന്നിധ്യമാണ് ഇന്ന് AS ദിനേശ്. നമസ്കാരം, ദിനേശാണ് PRO എന്ന പുസ്തകം രചിച്ചുകൊണ്ട് പുതിയൊരു പന്ഥാവിലേക്ക് കടക്കുകയാണ് ദിനേശ്. ആ പുസ്തകത്തിന്റെ വിശേഷങ്ങൾ അറിയാം, ഒപ്പം PRO ദിനേശിന്റെയും. നമസ്കാരം, ദിനേശാണ് PRO. കഴിഞ്ഞ 25 വർഷത്തിലധികമായി മലയാള സിനിമയിൽ PRO ആയിട്ട് വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്യുന്ന സമയത്തും എന്നിലൊരു എഴുത്തുകാരനുണ്ട്, ഒരു യാത്രക്കാരനുണ്ട്, ഒരു വായനക്കാരനുണ്ട്. കഴിഞ്ഞ 25 വർഷമായി എൻ്റെ മനസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഡയറിയിലും ഫേസ്ബുക്കിലും പതിവായി എഴുതുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെ 25 വർഷം തികയുന്ന സമയത്ത് എൻ്റെ ജന്മദിനമായ ഡിസംബർ 27, 2 വർഷം മുമ്പ് ഒരു ബുക്ക് ഇറക്കിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാകുകയും നേരത്തെ എഴുതി വെച്ച കുറിപ്പുകളും FBയിൽ വന്ന കുറിപ്പുകളും സമാഹരിച്ച് ഒരു ബുക്ക് ഇറക്കാനുള്ള തീരുമാനവും ആഗ്രഹവും എന്നിലുണ്ടായി. ഒരു PRO എന്ന് കേൾക്കുമ്പോൾ സിനിമയിൽ ആവശ്യമായ പരിഗണനയോ ബഹുമാനമോ ഇല്ലാത്ത കാലഘട്ടമായിരുന്നു ആദ്യം. അത് ഒന്ന് മാറ്റിപ്പിടിക്കാനും അവർ ചെറിയ കാര്യങ്ങളല്ല ചെയ്യുന്നത് എന്നും അവർക്ക് അവരുടേതായൊരു സ്ഥാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഉണ്ടാകും എന്ന് മനസ്സിലുറപ്പിച്ചിട്ട് ഞാൻ സ്വയം എടുത്തൊരു തീരുമാനമാണ് ഒരു പുസ്തകം ഇറക്കുക എന്നുള്ളത്. അങ്ങനെ ചിന്തിച്ചതിൻ്റെ ഫലമായി എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും സഹായിച്ചതിനെ തുടർന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയ പുസ്തകം നമസ്കാരം ദിനേശാണ് PRO അത് റിലീസായി. വായിച്ചവരെല്ലാം നല്ല അഭിപ്രായം പറയുന്നു. എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. മലയാള സിനിമ PRO രംഗത്ത് ചെറിയ മാറ്റം കുറിക്കാൻ അതുപോലെ സാധിച്ചതിൽ സന്തോഷം. പല സിനിമാ പുസ്തകങ്ങളും പലപ്പോഴും പൂർണ്ണമായി വായിക്കാൻ പറ്റാത്ത രീതിയിൽ ഗഗനമായ വിഷയങ്ങളായി മാറിയിട്ടുണ്ട്. അങ്ങനെ മാറണ്ട എന്ന് കരുതി മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എഴുതാൻ തീരുമാനിക്കുകയും അതുപോലെ എഴുതുകയും ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അത് വിശ്വാസവും എൻ്റെ രീതിയും ശരിയായി എന്നാണ് പുസ്തകം റിലീസായതിനു ശേഷം എനിക്ക് വായനക്കാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ദിനേശ് ചേട്ടാ, ഈ ഇന്റർവ്യൂവിൽ അനീഷ് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ പറഞ്ഞ കാര്യം. പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് വായിച്ചു, അതിൻ്റെ അകത്ത് ഹലോ എന്ന് പറഞ്ഞ ഇതും വായിച്ചു. അടിപൊളി. ചേട്ടൻ ഇത്രയൊക്കെ മെമ്മറി, എൻ്റെ ദൈവമേ, ഞാൻ തന്നെ മറന്നുപോയായിരുന്നു പല കാര്യങ്ങളും. അതായത് കൃത്യമായിട്ട് അന്തിപ്പനോട്ടത്തിൻ്റെ സമയത്ത് ഞാനത് പറഞ്ഞു, ഹലോ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി നമ്മൾ സംസാരിച്ച കാര്യം പറഞ്ഞു. അടിപൊളി. വളരെ സന്തോഷകരവും വളരെ അഭിമാനപൂർവമായ വാക്കുകളാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സൈജു കുറുപ്പ് ഈ പുസ്തകം വായിക്കുകയും അദ്ദേഹം അഭിനയിച്ച കാര്യവും ആ വർഷവും പടത്തിൻ്റെ പേരും ഒക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ എന്നെ അറിയിക്കുകയാണ്, അയ്യോ ഞാനിതൊക്കെ മറന്നുപോയ കാര്യങ്ങളാണ്, ദിനേശ് ഇത് ഓർമ്മയിൽ സൂക്ഷിച്ചോ, നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കുണ്ടായ സന്തോഷം വളരെ അധികമാണ്. അങ്ങനെ കുറേ പേര് വളരെ ലളിതമാണ്, വായനാ സുഖമുള്ളതാണ്, വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതുതന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം സബലീകരിച്ചതിൽ വളരെ സന്തോഷമാണ്. ഞാൻ പുസ്തകം മോക്കാക്കി കൊടുക്കാൻ പോയപ്പോൾ വളരെ സന്തോഷവാനായിരുന്നു. ദിനേശൻ ബുക്ക് എഴുതിയോ എന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് പേടിയുണ്ടായിരുന്നു. കാര്യം ആ കണ്ടന്റിൽ ആരാണ് കുഴപ്പക്കാരൻ എന്ന് ചെറിയ സൂചനയുണ്ട്.
സൂപ്പർ സ്റ്റാറായ മമ്മൂക്ക എന്നോട് ഇങ്ങനെ കയർത്ത് സംസാരിച്ചപ്പോൾ ഞാൻ ഭയപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് അതിനെക്കുറിച്ചൊന്നും ഉണ്ടായില്ല. പക്ഷേ ആ ഭയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, അതുകൊണ്ട് അത് ഓർപ്പിച്ചെന്നുള്ളൂ. അതിനുശേഷം ഇഷ്ടംപോലെ പടങ്ങളിൽ മമ്മൂട്ടിയൊപ്പം സഹകരിച്ചിട്ടുണ്ട്. ഇനിയും കുറേ ഓർമ്മകളുണ്ട് മമ്മൂക്കയെക്കുറിച്ച് എഴുതാനായിട്ട്. മോഹൻലാലിൻ്റെ പടം കുറേ ചെയ്തിട്ടുണ്ട്. ഹരിഹരൻ പിള്ള ഹാപ്പിയാണെന്നാണ് എൻ്റെ ആദ്യത്തെ പടം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാശ്മീരിൽ വെച്ചിട്ട് കീർത്തിചക്ര എന്ന പടത്തിൻ്റെ സെറ്റിൽ കാണുകയും വളരെ സ്നേഹം എന്ന് വെച്ചാൽ വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെ സംസാരിക്കുകയും എൻ്റെ മുറിയിലേക്ക് വരികയും ആ ലൊക്കേഷൻ വെച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാര്യം ഞാൻ മിക്കവാറും താരങ്ങളെ ഒപ്പം ഇരുന്ന് ഫോട്ടോ എടുക്കാറില്ല. പക്ഷേ കേരളത്തിന് പുറത്ത് പോകുമ്പോൾ അതൊരു അസുലഭ സന്ദർഭമായി കാണുകയും ജമ്മു കാശ്മീരിൽ വെച്ചും രാജസ്ഥാനിൽ വെച്ചും മോഹൻലാലിനൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്തു. പുസ്തക റിലീസിന് മുമ്പ് പുസ്തകത്തിൻ്റെ കവർ പേജ് മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി സാറ്, മോഹൻലാൽ സാറ് അവരുടെ ഫേസ്ബുക്കിൽ റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ അവരെ കാണുകയും അവർ അത് ഉടനെ സമ്മതിക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. മഞ്ജു വാര്യരായിട്ട് വളരെ അടുത്ത സൗഹൃദത്തിലാണുള്ളത്. 25 വർഷം പൂർത്തിയാകുന്ന സമയത്ത് ഈ പുസ്തകവും അതിനോടൊപ്പം ഒരു ഡയറിയും ഞാൻ ഇറക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ചില കാരണം കൊണ്ട് പുസ്തകം ഇറക്കാൻ പറ്റിയില്ല. പക്ഷേ ഡയറി ഇറക്കിയിരുന്നു. ആ ഡയറി കൊടുക്കാനായിട്ട് ആയിഷ എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ സമയത്ത് മഞ്ജുവിനെ കാണാൻ പോയി. ആ പുസ്തകം എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഡയറിയാണ് 25 വർഷമായി എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ ഇതിങ്ങനെ കൊടുത്താൽ പോരാ, നമുക്കത് ഈ നടക്കുന്ന വേദിയിൽ വെച്ച് കൊടുക്കാം എന്ന് പറയുകയും ആ പ്രൊമോഷൻ സമയത്ത് ആ വേദിയിൽ വെച്ചിട്ടാണ് മഞ്ജു വാര്യർ പുസ്തകം മേടിക്കുകയും ഒപ്പിട്ട് തരികയും ചെയ്തത്. അതിനുശേഷം പുസ്തകം ഇറക്കാൻ തീരുമാനിക്കുമ്പോൾ പുസ്തകത്തിൻ്റെ കവർ മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ ഇടുകയും ഒടുവിൽ ആ പുസ്തകം കൊണ്ടേ കൊടുക്കുമ്പോഴും വളരെ സന്തോഷത്തോടെ ഞാനാണല്ലോ ഇതിൻ്റെ കവർ റിലീസ് ചെയ്തത്, വളരെ സന്തോഷമായി. ഏകദേശം 1 മണിക്കൂറിന് ശേഷം എനിക്കറിയാൻ കഴിഞ്ഞു ആ ലളിതം സുന്ദരം എന്ന ചാപ്റ്റർ മഞ്ജു വാര്യർ വായിച്ചു എന്ന് എനിക്കറിയാൻ പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. പൃഥ്വിരാജ് വരുന്ന സമയം മുതൽ എനിക്കറിയാം പല അർത്ഥത്തിൽ, അഭിനയം മാത്രമല്ല സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വളരെ വളരെ വ്യത്യസ്തനായ ഒരു നടനാണ്. എന്തോ ഞാൻ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കാറുള്ള ഒരു നടൻ കൂടിയാണ്. ഉറുമി എന്ന പഠന സമയത്ത് പൃഥ്വിരാജ് സാറാണ് എനിക്ക് ആദ്യമായിട്ട് പ്രതിഫലം നേരിട്ട് തരുന്ന ഒരു സ്റ്റാർ. ഈ കേരളവും പത്രലോകവും ഒക്കെ ഒരു കാലത്ത് പൃഥ്വിരാജിനെതിരെ നിന്നപ്പോഴും അതിനെ വളരെ നൈസായിട്ട് അതിജീവിച്ച് ഇപ്പോൾ മലയാള സിനിമ അറിയപ്പെടുന്ന നടനായി മാറുകയും മലയാള സിനിമയെ ലോക സിനിമയെ അറിയിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് പൃഥ്വിരാജ്. എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ ബർത്ത്ഡേ ഇതുവരെ ഒരു ലൊക്കേഷനിൽ ആഘോഷിച്ചിട്ടില്ല. ഒരു പടത്തിൻ്റെ ലൊക്കേഷനിൽ, അത് ഡ്രൈവിംഗ് ലൈസൻസ് ആണെന്ന് തോന്നുന്നു, അതിൻ്റെ പ്രൊമോഷന് ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ പോകുന്ന പ്ലാൻ ചെയ്ത് പൃഥ്വിരാജിൻ്റെ ആ സമയത്ത് ഞാൻ അവിടെ ചെന്നിരുന്നു. ആ സമയത്ത് ഞാൻ സംസാരിക്കുന്നു, ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ഈ ബർത്ത്ഡേ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന ഹരീഷ് അത് പറയുകയും അത് അപ്പോൾ തന്നെ പൃഥ്വിരാജ് അയ്യോ അറിഞ്ഞില്ല, നമുക്കിത് ആഘോഷമാക്കി മാറ്റാൻ പറ്റുന്ന നേരത്തെ പറഞ്ഞെന്ന് പറയുകയും ചെയ്തു. ആദ്യമായിട്ട് സിനിമാ ജീവിതത്തിൽ ബർത്ത്ഡേ ഒരു ഫോട്ടോ എങ്കിലും എടുത്തിട്ട് ആഘോഷിച്ചത് പൃഥ്വിരാജിനൊപ്പം. ഒരു യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകം, അതിലൂടെ എൻ്റെ മനസ്സിനും ശരീരത്തിനുണ്ടായ മാറ്റം വളരെ ഗംഭീരമാണ്. എൻ്റെ ജീവിതത്തിൽ വളരെ വളരെ പക്വമായ ജീവിതമായിരുന്നു അതിന് ശേഷം. അത് സിനിമാ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ അറിഞ്ഞ ഈ അറിവ്, എന്നുവെച്ചാൽ യോഗയായാലും ഈ ബുക്കായാലും ഞാൻ ആരുമായിട്ടാണ് കൂടുതൽ അടുക്കുന്നത് അവർക്കൊക്കെ ഞാൻ ഈ കോപ്പി സംഘടിപ്പിച്ച് കൊടുക്കുകയും അവർ വായിക്കുകയും നല്ല അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടിയായ മീര ജാസ്മിനെ കാണുകയും ഞാൻ മീര ജാസ്മിന് പുസ്തകം കൊടുക്കുകയും ചെയ്തു. പുസ്തകം കൊടുത്ത് അടുത്ത പ്രാവശ്യം കണ്ടപ്പോൾ വളരെ ഞാൻ പുസ്തകം വായിച്ചു. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കാര്യം ഇതൊക്കെ താല്പര്യമാണ്. പക്ഷേ അതിനെക്കുറിച്ച് മാത്രമല്ല മറ്റുള്ള പല വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. മാത്രമല്ല വീണ്ടും എനിക്കൊരു പുസ്തകം കൂടി വേണമെന്ന് പറയുകയും ചെയ്തു. നടൻ മുരളി ഞാനും മീരയും നമ്മൾ സംസാരിക്കുന്ന കാര്യം അറിയിക്കുകയും ഒരു പുസ്തകമാണെന്ന് അറിഞ്ഞിട്ട് ഏത് പുസ്തകത്തെക്കുറിച്ചാണെന്ന് പിന്നീട് ചോദിക്കുകയും ഇതും ഞാൻ അദ്ദേഹത്തിന് പറയുകയും ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം വാചാലനായി ഈ ബുക്കിനെ കുറിച്ച് മാത്രമല്ല ആത്മീയമായ കുറേ കാര്യങ്ങൾ എന്നോട് പറയുകയും ചെയ്തു. ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും. കാര്യം ഇങ്ങനത്തെ ഒരാളിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു സംഭാഷണം എനിക്ക് പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു വലിയ പുസ്തക ശേഖരണമുണ്ട്. എന്തുകൊണ്ട് ഈ പുസ്തകം എൻ്റെ മുമ്പിൽ വന്നില്ല എന്ന് ചോദിച്ചു. കാര്യം 60 ഭാഷകളിൽ ഈ പുസ്തകം ലോകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്.
അത്രയും ഫേമസ് ആണ് പുസ്തകം. അപ്പം മുരളി സാർ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ദിനേശൻ പാകമായ എപ്പോഴാണോ അപ്പോഴാണ് ഈ പുസ്തകം മുമ്പിൽ വരുന്നത്, അങ്ങനെ വരുള്ളൂ, അല്ലെങ്കിൽ ദിനേശൻ്റെ ബുക്ക് സ്വീകരിക്കില്ല എന്നുള്ളത്. നമസ്കാരം ദിനേശാണ് പുസ്തകം ഇറങ്ങിയ ശേഷം ദിനയാത്ര എന്ന പേരിൽ ഞാൻ ലൊക്കേഷൻ പോകുമ്പോൾ എൻ്റെ ഒരു യാത്ര വിവരണം പോലെ ഒരു പുസ്തകം കൂടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമസ്കാരം ദിനേശാണ് PRO ഇറങ്ങിയ ശേഷം വായനക്കാരിൽ നിന്ന് കിട്ടിയ പ്രതികരണം അനുസരിച്ച് ചെറിയ ആഗ്രഹം കൂടി വന്നിട്ടുണ്ട്. കാര്യം ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത കൊല്ലം വീണ്ടും ഇതിൻ്റെ 2ാം ഭാഗം പിന്നെ 3ാം ഭാഗമൊക്കെ ഇറക്കാവുന്നതാണ്. രസകരമായി എനിക്ക് അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ, കാലവും സമയവും അനുകൂലമാണെങ്കിൽ ഇനിയും എനിക്ക് എഴുതാൻ കഴിയും, എഴുതാൻ ആഗ്രഹമുണ്ട്. അഭിനയം എന്ന് പറഞ്ഞാൽ ആർക്കാ ആഗ്രഹമില്ലാത്തത്? ആഗ്രഹം എൻ്റെ മനസ്സിലോ ഉണ്ടായിരിക്കും, പക്ഷേ അതിനുവേണ്ടി ഞാൻ സമയം മാറ്റിവെച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്, അതെല്ലാം സ്നേഹപൂർണ്ണമായ നിർബന്ധത്തിൽ തുടങ്ങിയാണ്. അതിനിയും ആവർത്തിക്കും. 2004 തോന്നുന്നു, വളരെ യാദൃച്ഛികമായി യോഗയെക്കുറിച്ച് അറിയുകയും ശ്രീ രവിശങ്കറിൻ്റെ കോഴ്സിൽ ചേരുകയും അത് എന്നിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ വളരെ വലുതാണ്. ആ മാറ്റങ്ങൾ എനിക്ക് മലയാള സിനിമയിൽ കുറച്ചുകൂടി വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാനും എന്നോട് എല്ലാവർക്കും സൗഹൃദപൂർവ്വം സംസാരിക്കാനും പെരുമാറാനും കഴിഞ്ഞു. അതൊരു വലിയ നേട്ടമായി കാണുന്നു. ഒന്നും ആഗ്രഹിക്കാതെ സിനിമയെ സേവിക്കുന്ന ഒരാളാണ്. എനിക്ക് സിനിമയെല്ലാം തന്നു എന്നാണ് വിശ്വാസം. എന്നെ കൈക്ക് പിടിച്ച് വളരെ കരുതലോടെയാണ് ഇപ്പോഴും സിനിമ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓർമ്മ അപ്പൂപ്പൻ താടി പോലെയാണ്. നനച്ചിരിക്കാത്ത നേരത്ത് എവിടെ നിന്നോ പാറി വന്ന് കൊതിപ്പിച്ച് പറന്നു പോകുന്നു. ചിലപ്പോൾ വിരൽത്തുമ്പിലൊന്ന് സ്പർശിച്ചുവെന്നും വരാം, ചിലപ്പോൾ വിരൽത്തുമ്പുകൾക്കിടയിലൂടെ ഊർന്നു പോകാം. പക്ഷേ ഏതവസരത്തിലും ആനന്ദത്തിൻ്റെ ഒരു തുള്ളി ഇറ്റിച്ച് മോഹിപ്പിച്ച് നമ്മെയും കൂടെ കൂട്ടും. അപ്പോൾ ഓർമ്മ നിറമാകും, സുഗന്ധമാകും, ഹൃദയകോണുകളിൽ നെരിപ്പോട് പോലുള്ള അനുഭവങ്ങളാകും, അനുഭൂതികളാകും.